നിങ്ങളുടെ പണം സംരക്ഷിക്കൂ, അത് നിങ്ങളെ സംരക്ഷിക്കും. പക്ഷേ ഒരു പ്രധാന ചോദ്യം, ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യാം? നമുക്ക് ഈ വീഡിയോയിൽ അത് വളരെ ലളിതമായി മനസ്സിലാക്കാം. പേഴ്സണൽ ഫിനാൻസ്. നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു കാര്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. 1. റിസ്ക് കവറിംഗ്. 2. ഗോൾ പ്ലാനിംഗ്. 3. അസറ്റ് അലോക്കേഷൻ. ഇവ ശരിയായി ചെയ്താൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് ശക്തമാകും. ഇനി ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ ലൈഫ് സ്റ്റേജിലും എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് നോക്കാം. ഒന്നാമതായി, ബാച്ചിലർ ആയിരിക്കുമ്പോൾ ജീവിതം വളരെ ലളിതമാണ്. ചുമതലകൾ കുറവാണ്, ചിലവുകൾ കുറവ്, റിസ്ക് എടുക്കാൻ കൂടുതൽ അവസരം കിട്ടും, കൂടുതൽ സമയവും കിട്ടും. ഇത് നിങ്ങളുടെ ഗോൾഡൻ പീരീഡ് ആണ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഒരു SIP തുടങ്ങുക. കുറഞ്ഞത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എടുത്തിരിക്കുക. രണ്ടാമതായി, വിവാഹം കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും, ചിലവുകൾ കൂടും, ചുമതലകൾ കൂടും, റിസ്ക്കും ഇവിടെ നിയന്ത്രിക്കണം. ഇവിടെ പ്ലാനിംഗ് വളരെ പ്രധാനമാണ്. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള SIPകൾ തുടങ്ങുക. എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഡിപ്പെൻഡൻ്റ് പ്രൊട്ടക്ഷനായി ലൈഫ് ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുക. മൂന്നാമതായി, നിങ്ങൾ മാതാപിതാക്കളാകുമ്പോൾ ജീവിതം മാറും, ചിലവുകൾ കൂടും, ചുമതലകൾ കൂടും, ഗോളുകളും കൂടുതലാകും. ഇവിടെ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? SIP നെക്സ്റ്റ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കുക. ലൈഫ് ഇൻഷുറൻസ് കവറേജും വർദ്ധിപ്പിക്കുക. ഇനി റിട്ടയർമെൻറ്റ് സ്റ്റേജ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്ഥിരമായ വരുമാനം ഒന്നുകിൽ നിർത്തലാക്കപ്പെടുകയോ അല്ലെങ്കിൽ കുറവ് വരികയോ ചെയ്യാം. 2. ചിലവുകൾ അതുപോലെ തുടരും, മെഡിക്കൽ ചിലവുകൾ കൂടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാനാകുക? 1. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി വരുമാനം കൂട്ടുക. 2. പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുക. 3. എസ്റ്റേറ്റ് പ്ലാനിംഗ് ചെയ്യുക. ഓർമ്മിക്കൂ, SIP ഒരിക്കലും നിർത്തരുത്. റിട്ടയർമെൻ്റ് ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ ഗോളാണ്. ഇവിടെയെല്ലാം ഒരു നിശബ്ദനായ ശത്രു നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയ്ക്കും. ഇവിടെയൊക്കെ അതുകൊണ്ട് സേവിങ് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് കൂടെ ചെയ്യണം. മാർക്കറ്റ് എപ്പോഴും ഉയരുകയും താഴുകയും ചെയ്യും, അത് സാധാരണമാണ്. പക്ഷേ ഓർമ്മിക്കൂ, എപ്പോഴാണോ നമ്മൾ നിർത്തിപ്പോകുന്നത് അവിടെ നമ്മൾ തോറ്റുപോകുകയും കാത്തിരുന്ന് അവസാനം വരെ നമ്മൾ എത്തിക്കുമ്പോൾ അവിടെ നമ്മൾ ജയിക്കുകയും ചെയ്യും. അതിനാൽ SIP ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. എന്തിനാണ് ഒരു ഇൻഷുറൻസിൻ്റെ ആവശ്യം വരിക? നിങ്ങളുടെ വെൽത്ത് സംരക്ഷിക്കുവാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഒരു ടേം ഇൻഷുറൻസും എപ്പോഴും നല്ലതാണ്. നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഹെൽത്തി ആയിരിക്കൂ, വെൽത്തി ആയിരിക്കൂ, ഹാപ്പി ആയിരിക്കൂ. അതിനാൽ ആദ്യമേ തുടങ്ങൂ, സ്ഥിരമായി തുടരൂ, പണം നിങ്ങൾക്കായി ജോലി ചെയ്യട്ടെ. താങ്ക് യു.